ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് വിത്ത് മൈ ഫാമിലി. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ലേറ്റായിട്ട് എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ഹായ് പറയാൻ പറ്റുന്നതുകൊണ്ട് കഷ്ടപ്പെട്ട ആൾ ഹായൊക്കെ പറയുകയാണ്. അപ്പം ഞങ്ങളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന 3 സ്ഥലത്താണ്. ആസ് യൂഷ്വൽ ഷോപ്പിംഗ് ആയതുകൊണ്ട് വിശാൽ മാർട്ട്, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ മോൾ ഓഫ് ഏഷ്യ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് അവയാണ് 3 ലൊക്കേഷനും വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് കോഴ്സ് വിശാൽ മാർട്ടാണ്. അവിടെ നിന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശാൽ മാർട്ട് എത്തി. ഞാൻ മുന്നേ വിശാൽ മാർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ക്വാളിറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാ തരത്തിലുള്ള എല്ലാം നമുക്ക് കിട്ടും. ഗ്രോസറി, ഡ്രസ്സ്, ചപ്പൽസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു പർച്ചേസിങ് സെൻറ്റർ ആണെങ്കിൽ പറയാം. അവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് വിശാൽ മാർട്ടിന്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യണം എല്ലാവരും. ബിക്കോസ് ഭയങ്കര റേറ്റ് കുറവാണ്. ഈ ഒരു ബോളൊക്കെ ഞാൻ എടുത്തായിരുന്നു. ബിലോ 100 എന്തോ ആണ്. നമുക്ക് എസ്തെറ്റിക് എന്നൊക്കെ പറയുന്ന ഫീലിലുള്ള ഒരുപാട് പാത്രങ്ങളും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗേൾസിന് പറ്റിയ ഡ്രസ്സ്, ബോയ്സിന് ഓഫ് കോഴ്സ് ഭയങ്കര റേറ്റ് കുറവാണ്. നല്ല നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും കിട്ടും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ മലയാളി ഹോട്ടലായ കഫേ ഇഫ്താറിലാണ്, ഹെന്നൂറുള്ള. അവിടെ നിന്ന് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. സെയിം ആക്ച്വലി നമ്മൾ ബാംഗ്ലൂർ കിട്ടുന്നൊരു നമ്മുടെ നാട്ടിലുള്ളൊരു ബിരിയാണി എനിക്കിഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇവിടുത്തെ ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മോൾ ഓഫ് ഏഷ്യ ആണ്. മോൾ ഓഫ് ഏഷ്യ ഇറ്റ്സ് വർത്ത് സീയിങ് എന്ന് പറയാം. അതൊരു മ്യൂസിയം പോലെ. നമുക്ക് ഷോപ്പിംഗ് വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം, അല്ലാതെ നമുക്ക് ജസ്റ്റ് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിനും പറ്റും. അപ്പോൾ അവർ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതാണ് ഐ തിങ്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഇൻറ്റീരിയറാണ്. ഭയങ്കര ഫോക്കസ് ചെയ്ത് ഇൻറ്റീരിയർ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൾ ഓഫ് ഏഷ്യ യലഹങ്കയിലാണുള്ളത്. നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ ഞാൻ അടുത്ത് പറയുന്നൊരു ഡെസ്റ്റിനേഷൻ മോൾ ഓഫ് ഏഷ്യയാണ്. ബിക്കോസ് നമുക്ക് ഫ്രണ്ട്സ്, ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്, തിയേറ്റർ, ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട്. ബാംഗ്ലൂരിൽ തന്നെ വേറെ ഒരുപാട് മോളുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വേറൊരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഉള്ളൊരു മോഡിലോട്ട് മാറും ഈ ഒരു മോളിലോട്ട് വരികയാണെങ്കിൽ. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, അത് നമുക്ക് അഫോർഡബിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് മോൾ ഓഫ് ഏഷ്യനെ പറയാം. ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്സ് എടുത്തിട്ടുണ്ട്, നമുക്കത് കാണാം. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴാണ് ഹോം ഡെക്കർ എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റ് കണ്ടത്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു ഔട്ട്ലെറ്റ് തന്നെയാണ് ഇതും. ഇത് ആക്ച്വലി നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ അതും വർത്ത് വാച്ചിങ് ആണെന്ന് പറയാം. സോ നമ്മളെല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്തു. മൊത്തത്തിൽ മോൾ ഓഫ് ഏഷ്യ ഒരു ട്രീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പറയാം. ലൈക്ക് അത്രയും കാണാനുണ്ട്. ഞാൻ ഇതിനകത്ത് പറ്റുന്ന അത്രയും ഷോർട്സ് എടുത്തിട്ടുണ്ട്, അതിൽ കൂടുതലുണ്ട് ആക്ച്വലി. അപ്പോൾ ഒരുപാട് കാണിച്ച് ബോറടിപ്പിക്കാത്തത് കുറച്ച് ലാഗായി പോകും, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഷോർട്സ് അതെടുത്ത് കാണിക്കാത്തത്. എനിവേയ്സ് ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അവിടെ ബൈക്ക് എക്സിബിഷൻ എന്തോ ഉണ്ടായിരുന്നു. ഇവർ രണ്ടാൾക്ക് കാണണമെന്ന് പറഞ്ഞ് രണ്ടാളും കൂടി പോയി അതൊക്കെ കണ്ടു, മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി, ഞാൻ അതിൻ്റെ ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഒരു ടോയ് ഷോപ്പിൽ കയറി. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ അഞ്ചാളും മാക്സിമം എൻജോയ് ചെയ്തു, മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു കറക്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ പോയി. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ see you on the next vlog. Bye.